അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 27 ബുധനാഴ്ച. ഇസ്രായേൽ ലെബനൻ സംഘർഷത്തിന് താൽക്കാലിക ശമനം. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതോടെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് താൽക്കാലിക പരിഹാരം ആകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു ചേർത്ത സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ തീരുമാനം സന്തോഷകരമായ വാർത്തയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ഈ തീരുമാനം പ്രേരണയാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ താൻ കർത്തവ്യ നിർവഹണം നടത്തിയിട്ടുള്ളൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ ആരുടെയും അധികാര പരിധിയിൽ കടന്നു കയറിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സുപ്രീം കോടതിയിൽ നടന്ന ആഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മോദിയും RSSും പിന്നാക്കക്കാരുടെ മുന്നേറ്റം തടസ്സപ്പെടുത്തുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദളിത്, ആദിവാസി, പിന്നാക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വികസന പാതയിൽ വിലങ്ങ് തടിയായിരുന്ന മതിലിനെ UPA സർക്കാർ ദുർബലപ്പെടുത്തിയതാണെന്നും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രത്യയശാസ്ത്ര ഉപദേഷ്ടാവായ RSSും അത് ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനെ പ്രതിരോധിക്കാൻ ജാതി സെൻസസ് ആവശ്യമാണെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ജനപങ്കാളിത്തത്തോടെ അത് നടത്തുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. ഭരണഘടന പുസ്തകമല്ലെന്നും ഇത് ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചിന്തയാണെന്നും നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാരുമായ K. മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകി. സംസ്ഥാന പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നാണ് കുടുംബം പറയുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു പൊതു താൽപര്യ ഹർജിയും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും നവീന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഇന്നലെ ഹർജി സമർപ്പിച്ചത്. ഭരണഘടനയെ കോൺഗ്രസ് കശാപ്പ് ചെയ്തത് രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തവർ ഇപ്പോൾ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭരണഘടനയെ മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് സമകാലീന സംഭവങ്ങൾ തെളിയിക്കുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. BJPയുടെ സംഘടനാ യോഗത്തിൽ പങ്കെടുക്കാതെ മുതിർന്ന നേതാക്കളായ PK കൃഷ്ണദാസും MT രമേശും AN രാധാകൃഷ്ണനും. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പതിവ് യോഗമായതിനാൽ എല്ലാ നേതാക്കളും പങ്കെടുക്കണമെന്ന നിർബന്ധമില്ലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിശദീകരണം. MT രമേശിനും കൃഷ്ണദാസിനും AN രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പുമില്ലെന്നും അവർക്ക് ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂവെന്നും അത് BJP ഗ്രൂപ്പാണെന്നും സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷം നേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പച്ചക്കള്ളം പറയുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ P. മുജീബ് റഹ്മാൻ. 1996, 2004, 2006, 2009, 2011, 2015 എന്നീ വർഷങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം, ദേശാഭിമാനി മുഖപ്രസംഗം, സഭാരേഖകൾ എന്നിവ തെളിവായുണ്ടെന്നും അമീർ വ്യക്തമാക്കി. ശബരിമലയിലെ 18ാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. എന്നാൽ ഇത്തരം നടപടികൾ അനുവദനീയമല്ലെന്നും
ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ഇ.പി. ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ തുടരന്വേഷണം വേണമെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. ഉപതെരഞ്ഞെടുപ്പിൽ ഇ.പിയുടെ പുസ്തക വിവാദം പ്രതിഫലിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇ.പി പറയാത്ത പല കാര്യങ്ങളും പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്നും വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇ.പി നിലപാട് വ്യക്തമാക്കിയതാണെന്നും പാർട്ടിക്ക് ഇ.പിയെ വിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാനെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത്. ഭരണഘടനയെ അവഹേളിച്ചതിന് സജി ചെറിയാനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് ബൈജു നോയൽ ആണ് കത്ത് നൽകിയത്. മന്ത്രിയായ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചതായി പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടെന്നും അതിനാലാണ് തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചതെന്നും മന്ത്രിയെ ഒഴിവാക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഉൾപ്പെടെ വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാമിന് KSRTC തുടക്കം കുറിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഉച്ചഭക്ഷണം ഉൾപ്പെടുന്ന ടൂറിന് 500 രൂപയിൽ താഴെയായിരിക്കും ചാർജ്. വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പരിശീലനം ലഭിച്ച അധ്യാപകരുടെ സേവനം ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. BJP വയനാട് ജില്ലാ മുൻ പ്രസിഡന്റ് KP മധു BJPയിൽ നിന്നും രാജിവെച്ചു. നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജി. BJPയിൽ തമ്മിലടിയും ഗ്രൂപ്പിസവുമാണെന്ന് മധു ആരോപിക്കുന്നു. തൃശൂരിൽ BJP ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നും എല്ലാ പഞ്ചായത്തിലും സെലിബ്രിറ്റികൾക്ക് മത്സരിക്കാനാവില്ലെന്നും മധു പറഞ്ഞു. ഡ്രൈവിംഗിന്റെ ശാസ്ത്രീയ രീതികളും മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്പ് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നിയമവശങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോകളും ഉൾപ്പെടും. മലയാളം കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഭാഷകളും ഉള്ളതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലി കോളനിയിലെ ആദിവാസി കുടുംബങ്ങളുടെ കുടിലുകൾ പൊളിച്ച സംഭവത്തിൽ ബാവലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ T. കൃഷ്ണനെ ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ സസ്പെൻഡ് ചെയ്തു. ആദിവാസികളുടെ കുടിലുകൾ ജാഗ്രതയില്ലാതെ പൊളിച്ചത് വനം വകുപ്പിന് പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. സീരിയലുകൾക്ക് സെൻസറിംഗ് ആവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നും നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ P. ഗോപാൽ റിമാൻഡിൽ. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 രാഹുലിനെ റിമാൻഡ് ചെയ്തത്. പറവൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറും. കേരളത്തിന് വലിയ ഭീഷണിയാകില്ലെങ്കിലും 3 ജില്ലകളിൽ ശക്തമായ മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതുപ്രകാരം ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗളൂരു ഇന്ദിരാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മലയാളിയായ ആൺ സുഹൃത്തിനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബ്യൂട്ടി കെയർ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്ന വ്ളോഗറായ അസം ഗുവാഹത്തിയിലെ കൈലാഷ് നഗർ സ്വദേശിനിയായ മായ ഗോഗോയാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയ മലയാളി യുവാവ് ആരവ് ഹനോയ് കണ്ണൂർ തോട്ടട സ്വദേശിയാണ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടെന്ന് റിപ്പോർട്ട്. ഓൺലൈൻ മാധ്യമമായ ദി വയറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ആകെ പോൾ ചെയ്തതിനേക്കാളും 5 ലക്ഷത്തിലധികം വോട്ടുകൾ അധികമായി എണ്ണി എന്നാണ് റിപ്പോർട്ട് ആരോപിക്കുന്നത്.
288 മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്തത് 6,40,80,195 വോട്ടുകളാണ്. എന്നാൽ ഫലപ്രഖ്യാപന ദിവസം ആകെ എണ്ണിയത് 6,45,92,508 വോട്ടുകളാണ്. സംസ്ഥാനത്ത് പോൾ ചെയ്തതിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമായി എണ്ണിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ 5,04,313 വോട്ട് എണ്ണിയെന്നുള്ള ദി വയറിന്റെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദി വയർ പുറത്തുവിട്ട റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പുറത്തുവിട്ടത് പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണെന്നും അത് കൂട്ടാതെയുള്ള കണക്കായതിനാലാകും വയറിന് തെറ്റുപറ്റിയതെന്നും കമ്മീഷൻ വിവരിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾ EVM വോട്ടുകളിൽ കണക്ക് കൂട്ടാറില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ EVM മെഷീനും പ്രതിപക്ഷവുമായാണ് പോരാട്ടം നടന്നതെന്ന് രമേശ് ചെന്നിത്തല. ബാലറ്റ് പേപ്പർ വോട്ടെടുപ്പാണ് രാജ്യത്ത് വേണ്ടതെന്നും നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പാർട്ടി ആലോചിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങണമെന്ന ഹർജി വീണ്ടും തള്ളി സുപ്രീംകോടതി. തോൽക്കുമ്പോൾ മാത്രം ചിലർ EVMകളെ പഴിചാരുകയാണെന്ന് കോടതി പരിഹസിച്ചു. അതേസമയം ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായ മുന്നേറ്റം ആവശ്യമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൌരത്വത്തിനൊപ്പം ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്ന ഹർജിയിൽ ആഭ്യന്തര മന്ത്രാലയത്തോട് വിവരങ്ങൾ തേടി അലഹബാദ് ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കുള്ളിൽ വിവരങ്ങൾ നൽകണമെന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൌരത്വം നിയമപരമാണോ എന്ന് പരിശോധിക്കുന്നുവെന്ന് കേന്ദ്രവും മറുപടി നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കനത്ത മഴ. ചെന്നൈ അടക്കം സംസ്ഥാനത്തെ 16 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ടാണ്. മഴ ശക്തമായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ 8 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തിരുവള്ളൂർ, ചെന്നൈ, ചെങ്കൽപ്പേട്ട്, മയിലാടുതുറൈ, പുതുച്ചേരിയിലെ കാരയ്ക്കൽ, കടലൂർ, നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ എന്നീ ജില്ലകളിലാണ് അവധി. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് നിന്നുള്ള വിമാനയാത്രയും പ്രതിസന്ധിയിലാണ്. തമിഴ്നാട് ദേവസ്വം ചട്ടത്തിന്റെ 10ാം വകുപ്പ് പ്രകാരം ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച കോളേജുകളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ജോലി നൽകാവൂ എന്ന് മദ്രാസ് ഹൈക്കോടതി. അഹിന്ദുക്കളെ ജോലിക്കായി പരിഗണിക്കാൻ പാടില്ലെന്നും ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് ഉത്തരവിട്ടു. കവലേശ്വരം കോളേജിലെ അധ്യാപക തസ്തികയിലേക്ക് പരിഗണിക്കാത്തതിനെതിരെ എ സുഹൈൽ എന്നയാൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ മുന്നേറുന്നു. പ്രയാഗ്രാജിൽ ഇന്നെത്തുന്ന യോഗി ആദിത്യനാഥ് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തും. ശുചിത്വത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയാകും ഇത്തവണത്തെ കുംഭമേളയെന്ന് സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി 238 കോടിയിലധികം രൂപ ചെലവിൽ ഒരുങ്ങുന്ന പ്രധാന ശുചിത്വ സുരക്ഷാ പദ്ധതികളുടെ ഉദ്ഘാടനവും യോഗി നിർവഹിക്കും. മധ്യപ്രദേശിൽ വീടുകൾ സ്ഫോടനത്തിൽ തകർന്ന് 2 മരണം. മുറേന ജില്ലയിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള റാത്തോർ കോളനിയിലാണ് സംഭവം. 3 വീടുകളാണ് സ്ഫോടനത്തിൽ തകർന്നത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാർലമെന്റിൽ ഭരണഘടനാ ദിന ആഘോഷങ്ങൾക്കിടയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബഹുമാനിച്ചില്ലെന്ന് ആരോപിച്ച് BJP. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷവേളയിലായിരുന്നു സംഭവം. ദേശീയഗാനം ആലപിക്കുന്ന വേളയിലും രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചല്ല നിന്നതെന്ന് BJP നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു. സംഭവത്തിന്റെ 2 വീഡിയോ ദൃശ്യങ്ങളും BJP പുറത്തുവിട്ടിട്ടുണ്ട്. ഹൈന്ദവ ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലായതിനെ തുടർന്ന് പ്രതിഷേധിച്ചവർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ച് ബംഗ്ലാദേശ് പോലീസ്. ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതിഷേധം ആളിക്കത്തിയത്. ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവും ഇന്ത്യയുടെ പ്രമുഖ ഗുസ്തി താരവുമായ ബജ്രംഗ് പൂനിയയ്ക്ക് 4 വർഷത്തെ വിലക്ക്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡയാണ് ബജ്രംഗ് പൂനിയയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉത്തേജക പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനും പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാതിരുന്നതിനുമാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. വിലക്ക് ലഭിച്ചതോടെ 4 വർഷത്തിനിടയിൽ ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കാനോ പരിശീലകൻ ആകാനോ പൂനിയയ്ക്ക് കഴിയില്ല. അതേസമയം കാലാവധി കഴിഞ്ഞ കിറ്റുകൾ പരിശോധനയ്ക്ക് നൽകി എന്ന കാരണത്താലാണ് പൂനിയ സാമ്പിൾ കൈമാറാൻ വിസമ്മതിച്ചത്. പരിശോധനയ്ക്ക് തയ്യാറാണെന്നും കിറ്റുകളിൽ വ്യക്തത വേണമെന്നുമായിരുന്നു പൂനിയ നാഡയെ അറിയിച്ചത്. നേരത്തെ ബ്രിജ് ഭൂഷണെതിരായ പ്രതിഷേധ സമരങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ഗുസ്തി താരങ്ങളിൽ ഒരാളായിരുന്നു ബജ്രംഗ് പൂനിയ.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.